മഴയായിപ്പോയി ഗൈസ്. ഇനിയും ഒരുപാട് മലകൾ കയറാൻ നമ്മൾ പോകുന്നുണ്ട്. ഇല്ല, മഴ നനഞ്ഞിട്ടേ പോകുന്നു. മഴ നനഞ്ഞിട്ടേ പോകുള്ളൂ നമ്മള്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വിമലഗിരിയിൽ നിന്നും ഉപ്പ് തോടിന് പോകുന്ന വഴിക്ക് ഒരു കിടിലൻ വ്യൂ പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത്. നല്ല വൈബാണ്, സെറ്റാണ്, പൊളിയാണ്. നമ്മുടെ ബിനുക്കൂട്ടനും നമ്മുടെ കോസ്മോസ് അണ്ണനും കൂടെയുണ്ട്. ഇപ്പോൾ കോസ്മോസ് അണ്ണൻ എന്നാ പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത് നമ്മുടെ ഈ പാറയുടെ പേര് ലാവണ്യപ്പാറ എന്നാണ്. അപ്പൊ ഇത് നമ്മളിട്ടൊരു പേരാണ്. നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള പേര് കമന്റ് ചെയ്തോ. നല്ല പേര് നോക്കി നമ്മള് പാറയ്ക്ക് പേരാക്കുന്നതാണ്. അപ്പൊ വളരെ വൈബാണ്. വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. സൂപ്പർ സംഭവം. അപ്പൊ നമ്മുടെ പറഞ്ഞ ഏതാണ്ട് ആ പാറയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കണമെന്നാ പറഞ്ഞത്. അതെ, ബിനുവണ്ണന്റെ അടുത്ത് ഇംഗ്ലത്തെ പരിപാടികളൊക്കെ അവിടെ വെച്ചായിരിക്കും അരങ്ങേറുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്ര തെങ്ങാണോ? മൊത്തം തെങ്ങായിരിക്കുമല്ലേ? മൊത്തം തെങ്ങാണല്ലോ. നമ്മുടെ നാട്ടിൽ ഇത്ര തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതെ, നമ്മളിപ്പോഴാണ് അത്ര തെങ്ങൊക്കെ മനസ്സിലാകുന്നത്. നമ്മുടെ ബാക്കിൽ നോക്കി അറിയാൻ. ഇതാണ് ബാക്ക് വശത്തെ വ്യൂ കാണുന്നത്. അവിടെയല്ലേ മറ്റേ വിമാനമൊക്കെ ഉള്ള. അപ്പൊ നീയല്ലേ പറഞ്ഞേ അവിടെ ഒരു വിമാനം പറക്കുന്നുണ്ട്? എടാ, ഒരു വിമാനം പാറയോ. ഓ ഗൈസ്, ഇവിടെ നമ്മൾ നേരത്തെ ഒരു കാറ്റ് പാറ എന്ന് പറഞ്ഞ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വിമാനമുള്ള സ്ഥലമൊക്കെ ബാക്ക് സൈഡിലായിട്ടാണ്. സ്ഥലങ്ങൾ ഇവിടെ നല്ല സ്ട്രീറ്റ് ലൈറ്റ് സോളാർ കൊണ്ട് വരയ്ക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരേണ്ട വഴി എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുത്തല്ലേ? വിമലഗിരിയിൽ നിന്ന് ഉപ്പുകോട് വന്ന വഴി. വിമലഗിരി വരിക, ഉപ്പുകോടിലോട്ട് പോരുക. വരുന്ന വഴിക്ക് നിങ്ങൾക്ക് ലാവണിപ്പാറയിൽ എത്തിച്ചേരാവുന്നതാണ്. ഇങ്ങോട്ട് വരുമ്പോ നല്ല വളവുകളൊക്കെ ഉണ്ട്. നല്ല ചെറിയൊരു ചുരം പോലെ അല്ലേ? ചെറിയൊരു ചുരം പോലുള്ള സെറ്റപ്പാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ. ഇവിടെ അങ്ങനെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഒന്നും നമ്മൾ കാണുന്നില്ല. അഴിഞ്ഞാട്ടം കാണുന്നില്ല. പക്ഷെ ആൾക്കാരുടെ ചെറിയ വരവും പോക്കുകളൊക്കെ ഉണ്ട്. അവിടെ നോക്ക് ഗൈസ്, കുപ്പിച്ചില്ല് പൊട്ടി ചെതറിച്ചിട്ടിരിക്കുകയാണ്. കേരളമല്ലേ? അതെ, കേരം തിങ്ങും കേരള നാട്ടിൽ. വെള്ളവാടി ഒരു കുറ്റമാണോ ഗൈസ്? ആണോ? നിങ്ങൾ കമന്റ് ചെയ്യേ. കുറ്റമല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കുപ്പിച്ചിലൊക്കെ പൊട്ടിച്ചിടുന്നതിനോട് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പ്രകൃതിയെ വളരെ സ്നേഹിക്കുന്ന പ്രകൃതിയാണ്. പ്രകൃതി വരദാനം. നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരിക, വൈബ് അടിക്കുക, മേപ്പോട്ട് നോക്കിയിരിക്കുക, കിളി പാറുക, തിരിച്ചു പോവുക. എത്ര മലനിരകളൊന്നും എണ്ണി കമന്റ് ചെയ്യാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ഇവിടെ 1, 2, 3, 4, 5, 6 മലകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ അതിലേക്ക് ഉണ്ട്. ഒരു മല കഴിയുമ്പോ അടുത്ത മല. ഈ മലയുടെ ഇംഗ്രിതം നിനക്ക് പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഈ മലയുടെ ഇംഗ്രിതം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇംഗ്രിതങ്ങളൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നേരത്തെ യാത്ര ചെയ്ത കുറേ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ന് ഇതെല്ലാം മറ്റുള്ളവരിലെത്തി എത്തിക്കുക. വലിയ സ്ഥലങ്ങളൊന്നും അല്ല. വലിയ ബ്ലോഗേഴ്സൊന്നും പോകുന്ന പോലെ അത്ര മനോഹരമായ സ്ഥലങ്ങളോട്ടൊന്നും അല്ല പോകുന്നത്. ചെറിയ സ്ഥലങ്ങളിൽ പോകുന്നു, ചെറിയ വ്യൂ പോയിന്റുകളിൽ പോകുന്നു, കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ എത്ര പള്ളിയുണ്ട് ഇവിടെ? 1, 2, 3. നമ്മുടെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത അല്ലേ? എവിടെ ഏത് മലവണ്ട ചെന്ന് നോക്കിയാലും കുറേ അധികം പള്ളികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതുപോലെ ആരാധനാലയങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നു. ഒരു കുരിശുമലയുടെ പാർട്ട് കാണുന്നുണ്ട്. 1 മല 2 മല തല കറങ്ങി താഴെ പോകരുത് കേട്ടോ. എനിക്ക് തല കറങ്ങാൻ തുടങ്ങി. എനിക്ക് വന്ന് ആ പാറയിൽ അടുത്ത ദിവസം ഞാൻ അടുത്ത ഞായറാഴ്ച ആ പാറയുടെ മുകളിൽ നിന്ന് ഒരു വീഡിയോ ചെയ്ത് ഉറപ്പായിട്ടും അതിന് വഴി കണ്ടുപിടിച്ചിട്ട് കാര്യമുള്ളൂ. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ ജീവിത വേഷം. ഗൈസ്, നമ്മളിപ്പോ വന്നേക്കുന്നത് ലാവണ്യപ്പാറയിലാണ് ഗൈസ്. ലാവണ്യപ്പാറ. അപ്പൊ നമ്മുടെ കൂടെ ബിനു അണ്ണനും ഇംഗ്രിതം കൂടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അനൂപുണ്ട്, പിന്നെ ഞാനുണ്ട്. നമ്മളിവിടെ ചെറിയ വൈബ് അടിക്കാനായിട്ട് വന്ന് നിൽക്കുവാണ്. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ചെറിയ കോടമഞ്ഞൊക്കെ ഉണ്ട്. വല്ലാത്തൊരു ശീതളിപ്പുണ്ട് ഗൈസ്. ഇടുക്കിയുടെ മനോഹരിത വീണ്ടും എടുത്ത് പറയുന്ന ചെറിയ കോടമഞ്ഞുകൾ അവിടെ നിന്ന് വരുന്നു. നിങ്ങളത് കാണുന്നുണ്ടോ? നിങ്ങളത് നോക്കിക്കാണുക. അതിമനോഹരമായ കോടമഞ്ഞ് കയറുന്നുണ്ട്. എപ്പോ വരുമെന്ന് അറിയത്തില്ല. അവിടെ പുറപ്പെട്ടതേ ഉള്ളൂ. ആകാശത്താണെങ്കിൽ നല്ല ഇരുണ്ട കാർമേഘം ഇങ്ങനെ മൂടി കെട്ടി വരികയാണ് ഗൈസ്. ഒരു മഴക്കുള്ള പ്രതീതി നമുക്ക് ഇവിടെ നിന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അതൊരു മഴയാണോ കോടയാണോ എന്നതിനെ കുറിച്ച് മനസ്സിലാകുന്നില്ലല്ലോ ഗൈസ്. അതെ, അത് കോടയല്ലേ ഗൈസ്?
മഴ ഇതാണ്. അവിടെ നോക്ക് ഗൈസ്, അങ്ങോട്ട് നോക്ക് ഗൈസ്, നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്, നീ അങ്ങോട്ട് നോക്ക്, നിങ്ങൾ എവിടെ നോക്ക് ഗൈസ്, മൊത്തം രസമാണ് ഗൈസ്. കൊള്ളാം, മനോഹരം. അതെ, ഞാൻ ആലോചിക്കും നമ്മുടെ നാട്ടിൽ ഇവിടെ ഇത്രയും തെങ്ങുണ്ടല്ലേ, നല്ലൊരു തെറിയത് താഴെ വീടുണ്ടെങ്കിൽ അമ്മച്ചി കിടന്ന കാറും. ഗൈസ് ഈ സ്ഥലത്തിന്റെ ഇംഗിതം നമുക്ക് ബിനോടിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇംഗിതം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വന്നപ്പോൾ ഈ പാറ കണ്ട് ഇഷ്ടപ്പെട്ടു, നമ്മളൊരു പുതിയ പേരിട്ടു, ലാവണി പാറ. അതിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയുക. ഈ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗൈസ് ലാവണ്യപ്പാറ നമ്മളവിടെ എഴുതി മുദ്ര കുത്തിയിരിക്കുകയാണ് ഗൈസ്. എനിക്കൊരു ശീതളിപ്പ്, അങ്ങോട്ട് അതാണ് ഞാൻ പറഞ്ഞ സാധനം. ദേ ഇടുക്കിയുടെ കോട. നമ്മൾ പറഞ്ഞ സാധനം കയറി വന്നു ഗൈസ്. ആ കോളമൻ ഇതാ കയറി വന്നിരിക്കുകയാണ് ഗൈസ്. നമുക്ക് കാണാം. അരെ സോണിയാ ജെളിയാ പെട്ടെന്നാട്ടെ. തണുക്കുന്ന കേട്ടോ, തണുപ്പുണ്ട്. മഴയല്ലല്ലോ അല്ല. റൗണ്ട് പിടിക്കും. അത് കോളയല്ല, അത് മഴയാ. അത് കോളയല്ല, അത് മഴയാ. കോട്ട എവിടെ പോണത് മഴയാണോ? അത് മഴയല്ലേ? അത് എടാ അത് മഴയാണോ? വൈകിട്ടേക്കാം. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ മഞ്ഞാണ് വെച്ചിട്ട് മഴയാണ്. എത്തി എന്നെ പുൽക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇനിയും ഒരുപാട് മലകൾ കയറാൻ നമ്മൾ പോകുന്നുണ്ട്. ഇല്ല, മഴ നനഞ്ഞിട്ടേ പോകുന്നല്ലേ. ഇന്ന് മഴ നനയും, ഇന്ന് മഴ നനഞ്ഞിട്ട് മഴ നനഞ്ഞിട്ടേ പോകുള്ളൂ നമ്മള്. നല്ല മഴ വരുന്നുണ്ട്. മഴ മഞ്ഞാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കളഞ്ഞോടാ. അതെ, വീഡിയോ ഒന്നും മഞ്ഞതാണ് മോനെ, പൈപ്പല്ലേ. മഴയാണെങ്കിലും നമ്മുടെ കോസ്മോസ് അണ്ണന്റെ ഫോട്ടോഷൂട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ അതിന് കുറച്ചുള്ള കിട്ടേ, മറ്റേ 38 ഇതായിട്ടേ അതിന് കുറച്ച് കൂട്ടിയിട്ട്. മഴ 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 മഴ. മഴ വന്നപ്പോ ഗൈസ് കോട്ട ഇടുന്ന കണ്ടില്ലേ? കോട്ട മഴകൾ പാടുമീ മന്ദാരത്തിൽ കുളിഫണിയുന്ന കിനാവോ. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ്, ഇത് മാത്രമാണ്. പറഞ്ഞോണ്ട് ഗായ്സ്, നമ്മൾ പ്രതീക്ഷിച്ച പോലല്ല, അവിടെ മുടിഞ്ഞ മഴയായിപ്പോയി ഗായ്സ്. അപ്പൊ നമ്മള് മഴയത്ത് ഇങ്ങനെ ബാക്കി മഴയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച വായി പാടിച്ചോ മോനെ. മഴയേ മഴയേ
കരുതലുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഞങ്ങൾ ഈ മഴ ഈ മഴ ഫുള്ളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ആസ്വദിക്കട്ടെ. കുറേ കാലം മഴയാണ്. മഴയെ കുറിച്ചുള്ള ഇംഗ്രിത വരികൾ എന്തൊക്കെയാ? സോനാരേ, സോനാരേ, മഴ മഴ കുട കുട മഴ വന്നാൽ കൂട്ടിക്കുട. പണ്ട് ടീച്ചർ മഴനെ കുറിച്ച് പാട്ട് പഠിപ്പിച്ചായിരുന്നു. ഒഴുങ്ങിയിടും കാറ്റായി ഞാൻ. ഹലോ ഗൈസ്, നമ്മളെവിടെയാ ഇരിക്കുന്നത്? ലാവണ്യപ്പറ മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലാവണ്യപ്പാറ മഴ നനഞ്ഞോണ്ടിരിക്കുകയാണ്. അതും വളരെ സേഫ് ആയിട്ട്. നിങ്ങൾ ഓർക്കും ഞങ്ങൾക്ക് എന്താണ് പ്രാന്താണോ അതോ തലയ്ക്ക് ഓളമാണോ എന്ന് വിചാരിക്കും. പക്ഷെ അതല്ല ഗൈസ്, കുറെ കാലമായി ആലോചിക്കുന്നു ഒരു നല്ല രീതിയിൽ സേഫ് ആയിട്ട് പോയി മഴ നനയണം. അതിന്റെ ഒരു ഒരു ആഗ്രഹം എന്ന് തീർന്നു. വളരെ സേഫ് ആയിട്ട് എന്ന ഒരു പാറയിൽ മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ ഗൈസ്, ഓഡിയോ റെക്കോർഡർ നിങ്ങളും ഇങ്ങനെ ചെറുപ്പമൊക്കെ ഇറങ്ങി മഴയെ നോക്കുക. നമ്മുടെ സന്തോഷങ്ങളും അല്ല നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളല്ല മഴയെ തന്നെ അലിഞ്ഞു പോട്ടെ. ചാടി നടക്കണ ചാടി. ഗൈസ്, നമ്മൾ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. നമ്മൾ എന്നിട്ട് തിരിച്ചു പോവാണ് ഗൈസ്. അപ്പം ഇതുപോലെ മനോഹരമായ അടുത്ത നമ്മളെ വീഡിയോ എവിടെയാടാ? അടുത്ത വീഡിയോ ഇച്ചിരി ലോങ് ആണ്. അതെ, ഇച്ചിരി ലോങ് ആണ് ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ. ഞാൻ തുണി എടുക്കുക, വീഡിയോ എടുക്കുന്നത്. സ്റ്റൈലുള്ള